Welcome to another episode of The Couple Who Reads. Yes. Okay, so ഇന്ന് ആണ് നമ്മൾ ഈ മാസത്തെ ആദ്യത്തെ റീഡ് നിങ്ങൾ രണ്ടുപേരും വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് വലിയൊരു ടാസ്ക് ആയിരുന്നു അത് വായിച്ച് തീർക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ യാത്രയിലൊക്കെ ഇരുന്ന് വായിച്ചു. അതിന് ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ചിലപ്പോൾ ഇറങ്ങാം. ഓക്കെ, നോക്കാം. അപ്പോൾ എന്തായാലും ഇതൊരു കുറേ സെഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ ഈ ബുക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് സെഗ്മെന്റ് എന്താണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൗ വി ഫൗണ്ട് ദിസ് ബുക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെ റൈറ്റ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ബുക്സ്റ്റാഗ്രാമേഴ്സ് ഒരുപാട് പേര് റെക്കമെൻഡ് സജഷൻ ചെയ്ത എസ്പെഷ്യലി ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരാനായിട്ട് എപ്പിറ്റമി ഓഫ് ട്രൂ ലവ് എന്നുള്ള പോലെയൊക്കെയാണ് എല്ലാരും പറയുന്നത് ഈ ബുക്കിന്. അപ്പൊ അത് കണ്ട് ഞങ്ങൾക്കും അത് ട്രൈ ചെയ്യണം എന്ന് തോന്നി. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി ഫൗണ്ട് ദ ബുക്ക്. ഓക്കെ, ശരി. സെക്കൻഡ് സെഗ്മെന്റ് ടു ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക്. ഓക്കെ, അത് ഓവർ ടു യു. ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക്. റിസർച്ച് ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ പേര് വൈറ്റ് നൈറ്റ്സ്, എഴുതിയിരിക്കുന്നത് ഫ്യോഡോർ ദോസ്റ്റോവ്സ്കി. ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷം 1848. ഇത്രയും കാലമായിട്ടും ജീവിക്കുന്ന വേർഡ്സ് ആണ്. 2048 ആകുമ്പോൾ 200 years. പിന്നെ ഇതിന്റെ ജോണർ വൈറ്റ് നൈറ്റ്സ്. ഇതില് ഞാൻ പറയാൻ പറഞ്ഞു, ഇതില് രണ്ട് ഷോർട്ട് നോവൽസ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയാറുണ്ട്. ഒരെണ്ണം വൈറ്റ് നൈറ്റ്സും പിന്നെ രണ്ടാമത്തത് ബോബോക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. വൈറ്റ് നൈറ്റ്സ് ആണ് 1848 പബ്ലിഷ് ചെയ്തത്. ബോബോക്ക് പബ്ലിഷ് ചെയ്തത് 1873 അത് കഴിഞ്ഞിട്ട്. 1873. പിന്നെ ഇതിന്റെ വൈറ്റ് നൈറ്റ്സിന്റെ ജോണർ എന്ന് പറയുന്നത് റൊമാൻസ് ആണ്. ബോബോക്കിന്റെ ജോണർ മിനിപ്പിയൻ സെറ്റാർ എന്ന് പറയുന്ന ഒരു ജോണറാണ്. എന്ന് വെച്ചാൽ ഐഡിയാസിനാണ് കൂടുതൽ എംഫസിസ് കൊടുത്തിരിക്കുന്നത്, ആൾക്കാർക്കല്ല. ഐഡിയാസിനെയാണ് കളിയാക്കിയിരിക്കുന്നത്. സെറ്റാർ ആണല്ലോ, അപ്പൊ അത് ഒരു മേക്കിംഗ് ഫൺ ഓഫ് സംതിങ് ആണല്ലോ സെറ്റാർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കളിയാക്കിയിരിക്കുന്ന ഐഡിയാസിനെയാണ്, ആൾക്കാരെ. അതാണ് അതിന്റെ ജോണർ. അപ്പൊ മിനിപ്പിയൻ സെറ്റാർ എന്ന് പറയുന്ന ജോണറിലാണ് ഇത് വരുന്നത്. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഓഥർ പറഞ്ഞു, ടൈറ്റിൽ ഓഫ് ദ ബുക്ക് പറഞ്ഞു, 2 ഷോർട്ട് സ്റ്റോറി ആണെന്ന് പറഞ്ഞു, അത് ഇറങ്ങി 2 വർഷം പറഞ്ഞു നമ്മള്, ജോണർ പറഞ്ഞു. പെർഫെക്റ്റ്. സോ ഗോയിങ് ടു ഹൗ ദിസ് ബുക്ക് മെയ്ഡ് us feel. Yes, that is the segment 3. എനിക്കൊന്ന് that is something that I can start with. എനിക്കൊന്ന് ഞാൻ കുറച്ച് ലിസ്റ്റ് ഓഫ് തിങ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വിൽ ലുക്ക് വൺ ബൈ വൺ. ഓക്കെ, സോ വൈറ്റ് നൈറ്റ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച ഒരു ഫാക്ടർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി തുടക്കം. അങ്ങനത്തെ എഴുത്തുകാരുടെ ബ്രില്യൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു രീതിയാണ്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബ്രില്യൻസ് എന്താ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ ഈ ശരിക്കും റീഡേഴ്സായിട്ട് എന്തായാലും അത് കണക്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ വായനക്കാരെ തന്നെ കറക്റ്റ് നറേഷനിൽ കൊണ്ടുവരാൻ നേരത്ത് ദാറ്റ് ആക്ച്വലി ഹെൽപ്പ് us കണക്ട് ആൻഡ് നമ്മൾ അതിനകത്ത് ഇമ്മേഴ്സ് ആവാനായിട്ട് ഒരുപാട് സാധ്യത അങ്ങനത്തെ വർക്കുകൾ. അതെന്നെ ഒത്തിരി ഇംപ്രസ് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടറാണ്. അറ്റ് ദ സെയിം ടൈം ഇതിലെ പ്ലേസസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഒത്തിരി ഓവറായിട്ടും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്നാൽ ചെറുതായിട്ടും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ശരിയാ, ഒത്തിരി ഈ പറഞ്ഞ പോലെ ഭയങ്കര കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു വർക്കായിരുന്നു. അതും ആൾക്കാരെയും ജീവിതത്തിനെയും പുള്ളിക്കാരൻ പ്ലേസസ് വെച്ച് പറയുകയും അതുപോലെ തിരിച്ചും ആൾക്കാരെ വെച്ചിട്ട് പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ പോർഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് തുടക്കത്തിൽ കാണാനായിട്ട് സാധിച്ചു. ആൻഡ് വേറെ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച 2 ഫാക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയല്ലോ എന്നെ വേറെ അതിശയിപ്പിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് 1848 എഴുതിയിട്ട് ഐ റിയലി എക്സ്പെക്റ്റഡ് അറ്റ്ലീസ്റ്റ് 1 ക്ലീഷേ. ഒരു ക്ലീഷേ പോലും എനിക്ക് കിട്ടിയില്ല. ഒറ്റ ക്ലീഷേ പോലും ഇതിൻ്റെ അകത്ത് വന്നില്ല എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം. അത് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എന്ന് എനിക്ക് തോന്നിപ്പോയി. സോ എന്നെ അതിലേറെ അതിശയിപ്പിച്ച ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി റിലേറ്റബിൾ എന്നുള്ളതാണ്. ഈ വർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര റെലവൻസ് ആണ്. അങ്ങനെ അത് എങ്ങനെ എഴുതും എന്നുള്ളത്, അത് 1848 എഴുതിയ വർക്ക് അറ്റ് ദ സെയിം ടൈം റിലേറ്റബിൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ജീവിതവും സിനാരിയോ ഒക്കെ ആയിട്ട് ഒരുപാട് റിലേറ്റബിൾ ആയിട്ട് തോന്നും. എൻ്റെ ലൈഫായിട്ട് എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നിയ ഒരുപാട് ഫാക്ടേഴ്സ്. അതിലപ്പുറം predictability എന്ന് പറയുന്നത് 0. ഈവൻ ഇഫ് യു ടേക്ക് സെന്റൻസ് ബൈ സെന്റൻസ്, ഈവൻ ഇഫ് ഇറ്റ് കംസ് ഒരു കോൺവെർസേഷൻ ടോണിൽ നരേഷൻ പോയാൽ പോലും
അടുത്ത് പറയുന്നത് എന്താണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതേ അല്ല. ആ രീതിയിൽ ആ വർക്ക് എന്ന് പറയുന്നത് നോ വണ്ടർ വൈ ഇറ്റ് ഈസ് കോൾഡ് ക്ലാസിക്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതാണ് എൻ്റെ അടുത്തൊരു പോയിന്റ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വായനക്കാരെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നീട് ഉടനീളം ക്യാരക്ടേഴ്സിനായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എത്ര സ്വിച്ച് ചെയ്താലും ആ ട്രാൻസിഷൻ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അത്രയും നമ്മൾ സ്റ്റോറിക്കകത്ത് ആയി കഴിഞ്ഞു ആ ഒരു പോർഷൻ വായിച്ച് തുടങ്ങി കഴിയുമ്പോൾ തന്നെ. പിന്നെ ഈ കഥയ്ക്കകത്തുള്ള ലെറ്റേഴ്സ്, രണ്ട് ലെറ്റേഴ്സ്, ഒരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്തതും ഒരെണ്ണം ലാസ്റ്റ് വരുന്ന ലെറ്ററും, അത് എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ പോലെ ഓരോ ടൈറ്റിൽസ് ആണ് ചാപ്റ്റേഴ്സിന്റെ. അപ്പോൾ ആദ്യത്തെ രാത്രി, പിന്നെ രണ്ടാമത്തെ, പിന്നെ മോർണിംഗ്, ഇങ്ങനെ പിന്നെ കാലാവസ്ഥയ്ക്കും ഒരുപാട് ഇതിനകത്ത് റെലവൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു രാത്രി മഴ ആയതുകൊണ്ട് തന്നെ വൈറ്റ് നൈറ്റ്സ് അല്ല എന്ന് പറയുന്നു, നിലാവില്ലാത്ത രാത്രി എന്നുള്ള രീതിയിൽ ഒരു ഡേനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ചില നരേഷനിൽ പ്രീവിയസ് ഡേ വരെ നറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് സർപ്രൈസിംഗ്ലി ഇറ്റ്സ് എ വെൽ ക്വയറ്റ്, നല്ലൊരു മിക്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ ഒത്തിരി എക്സൈറ്റ് ചെയ്യുന്നൊരു മിക്സ് തന്നെയാണ്. ഇനി ദിസ് ഈസ് വാട്ട് ഇറ്റ് മെയ്ഡ് മീ ഫീൽ. ഇനി എനിക്ക് ഇതിൻ്റെ അകത്തൊരു കൺക്ലൂഷൻ ഉണ്ട്. ആ കൺക്ലൂഷൻ ചിലപ്പം സ്പോയിലർ ആയതുകൊണ്ട് വിൽ കീപ്പ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് സെഗ്മെന്റിൽ നമുക്ക് പറയാം. കാരണം വായിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പോകുന്ന സ്പോയിലേഴ്സ് ആണോ? ഓക്കെ, അപ്പോൾ സ്പോയിലർ അലർട്ട്. അപ്പോൾ ഓവർ ടു ദീപ്തി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടൈം സ്റ്റാമ്പ് ചെയ്യാം സ്പോയിലേഴ്സ്. ശരി അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം പറയുന്നോ? ഇല്ല, എന്റെ ഇനി ലാസ്റ്റ് പറയാൻ എനിക്ക് ഇഷ്ടം. ഈ വർക്കിനെ എൻറ്റയർലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ എനിക്കൊരു അഭിപ്രായമല്ല, ഞാനൊരു ഫൈൻഡിങ് പറയാം. എനിക്ക് തോന്നിയൊരു ഫൈൻഡ് അതാണ് തുടക്കം. അത് തന്നെ, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കൊരു എപ്പിറ്റമി ഓഫ് ട്രൂ ലവ് ആയിട്ടും അങ്ങനെയല്ല എനിക്ക് തോന്നി. എനിക്ക് തോന്നിയത് ഈ കഥ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാക്കി അങ്ങ് പറയാം. ഈ കഥ രണ്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് 3 പേജസിലൊക്കെ ഈ നറേറ്റർ പറയുന്നത് മൊത്തം പുള്ളി ഒറ്റയ്ക്ക് ജീവിക്കുന്നതും, അത് കഴിഞ്ഞിട്ട് പുള്ളിയും ബാക്കിയുള്ളവരുമായിട്ടുള്ള മെന്റൽ കോൺവെർസേഷൻസും, പിന്നെ പുള്ളിയും പല വീടുകളുമായിട്ടുള്ള കോൺവെർസേഷൻസും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഇമാജിനേറ്റീവ് ആളാണ് പുള്ളി. പിന്നെ പുള്ളി ശരിക്കും അവരോടൊരു കോൺവെർസേഷൻ നടത്തുന്നില്ല, പുള്ളി എല്ലാം മനസ്സിലാണ് നടത്തുന്നത്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി ആദ്യമായിട്ട് നമ്മുടെ ഹീറോയിനെ കാണുന്നത് പുള്ളിക്കാരി ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ്, ഒരു രാത്രി ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ്. അപ്പൊ 1800s ഒരു പെണ്ണ് രാത്രി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് അൺലൈക്ലി. ഓ, അങ്ങനെ അത്രയും ചിന്തിച്ചില്ല. അപ്പൊ അത്രയൊക്കെ ഫാക്ടേഴ്സ് വരുമ്പോ എന്റെ ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശരിക്കും സംഭവിച്ചിട്ടേ ഇല്ല. ഒരു ലോൺലി ആയിട്ടുള്ള ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ഒരാള് കുറച്ച് ദിവസം ഇങ്ങനെ ഒരു ഇവന്റ്ഫുൾ ആക്കാനായിട്ട് പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥയാണിത്. അതാണ് എന്റെ ഫൈൻഡിങ്. പിന്നെ ബോബോക്കിനെ കുറിച്ചിട്ടാണെങ്കിലും, ബോബോക്കില് ഒരു ഓഥറാണ് പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓഥർ പുള്ളിക്കൊരു കഥ കിട്ടാൻ വേണ്ടിയിട്ട് മരിച്ചവര് സംസാരിക്കുന്നതായിട്ട് ഉള്ളൊരു സംഭവമാണ് പുള്ളി ആ കഥ മൊത്തം. അപ്പം മരിച്ചവര് സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു ഇമാജിനേറ്റീവ് സാധനമാണ്. അപ്പൊ അത് ഭയങ്കര ഓപ്പൺലി ഇമാജിനേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ 2 കഥകളും എന്തുകൊണ്ട് ഈ ബുക്കിൽ ഒരുമിച്ച് വന്നു എന്നുള്ളതിനും എനിക്കിതൊരു റീസൺ ആയിട്ട് തോന്നുന്നു. കാരണം 2 കഥകളും സംഭവിച്ചിട്ടില്ല, 2 കഥകളും ഇമാജിനറിയാണ് എന്നുള്ളതാണ് എന്റെ ഒരു ഫൈൻഡിങ്. ശരി, ചിലപ്പോ ആയിരിക്കില്ല, അതിനകത്ത് ചിലപ്പോൾ വേറെ ക്ലൂസ് ഉണ്ടാവുന്നത് ശരിക്കും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായി. കാലങ്ങൾക്കപ്പുറവും എനിക്ക് തോന്നുന്നു പലർക്കും പല അഭിപ്രായങ്ങൾ ഈ വർക്കിന് ഉണ്ടാവുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിപ്പോഴും ഹിറ്റായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴും ആമസോണിലെ ബെസ്റ്റ് സെല്ലറാ, എത്രയോ നാളായി. അതെ, അപ്പോ ദർ ഇസ് നോ വണ്ടർ. എന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഇതിനെ ഒരു ട്രൂ ലവ് ആയിട്ട് ഞാൻ കാണാനൊട്ടും താല്പര്യപ്പെടുന്നില്ല. അത് ഇറ്റ് ഈസ് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. കാരണം ദാറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. അഭിപ്രായങ്ങൾ എന്ന് പറയുന്നതിനെ പൊതുവെ ഓരോരുത്തരും അവർ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അവർ പഠിച്ച കാര്യങ്ങളും വെച്ചിട്ടായിരിക്കുമല്ലോ. അപ്പം ഞങ്ങളുടേതായിട്ടുള്ള അതാണ് ദീപ്തിയുടെ ഫൈൻഡിങ്സ് അങ്ങനെ ആയത്. എനിക്കങ്ങനെ തോന്നിയില്ല, ഇത് നടന്നു തന്നെയാണ്. കാരണം ലൈക്ക് ഐ സെഡ്, ഇതൊരു ഹൈലി റിലേറ്റബിൾ ആൻഡ് ഹൈലി പോസിബിലിറ്റിയാണ്. ഒരുപാട് ബ്രോക്കൺ ലൈഫ്സ് ആയിട്ടുള്ള ജീവിക്കുന്ന സ്നേഹം പൊട്ടിപ്പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഹൈലി റിലേറ്റബിൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ദീപ്തി ചിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യാ, ഓക്കെ. ഇതില് ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടഗണിസ്റ്റ് സ്നേഹിക്കുന്ന ആളും
ഇവരുടെ സ്നേഹത്തെക്കുറിച്ച് വരുന്നത് ശരിക്കും എൻഡിലാണ്. പ്രൊട്ടഗണിസ്റ്റിൽ തുടക്കം തൊട്ടേ പ്രൊട്ടഗണിസ്റ്റിന് ആ പുള്ളിക്കാരെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇസ് വെരി എവിഡൻറ്റ്. പുള്ളിക്കാരൻ്റെ ഇമോഷൻസും കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അതൊരിക്കലും പുള്ളിക്കാരി തിരിച്ചറിയുന്നില്ല. അങ്ങനെയൊക്കെയാണ് കഥ. പക്ഷേ അതൊരിക്കലും ട്രൂ ലവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഷീ വാസ് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ സംബഡി ആൻഡ് അത് എനിക്ക് ട്രൂ ലവ് ആയിട്ട് ഫീലും ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലോഡ്ജർ അല്ലേ, ലോഡ്ജർ മറ്റേ ആൾ, ആ ലോഡ്ജറിൻ്റെ കാര്യം വരാൻ നേരത്ത് he never mistreated her or he never expected her. He in fact പുള്ളിക്കാരൻ പുവർ ആയതുകൊണ്ട് ഞാൻ സെറ്റിൽ ആയിട്ട് നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു, എന്നാൽ ഒരു ഫോൾസ് ഹോപ്പോ ഒരു എക്സ്പെക്ടേഷനോ ചെയ്യരുത് എന്ന് നിർബന്ധിച്ചിട്ട് പോകുന്നതിനുള്ള. അപ്പം അത്രയും ആളെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ട് പോയത്. അതും ഹൈലി റിലേറ്റബിൾ ടു ഇന്നത്തെ കാലത്ത്. കാരണം ഞാൻ സെറ്റിൽ ആയിട്ടില്ല എന്നിട്ട് ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ, ദാറ്റ് ഈസ് കുറേ പേരെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് പറയുന്നവരായിരിക്കും. Whereas protagonist പുള്ളിക്കാരൻ he needs help. That's what I feel. കാരണം പുള്ളിക്കാരൻ്റെ ലോൺലിനെസ്സിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. സോ he needs help. He needs to come out of himself. ആദ്യം പുള്ളിക്കാരൻ ആ ഒരു 4 ചുവരിൽ നിന്ന് മാറി ശരിക്കും ഒരു അത്ര ഇമാജിനേറ്റീവ് ആയത് തന്നെ ഐ ഫെൽ ലൈക്ക് ഒരു ബിക്കോസ് ഈസ് അലോൺ എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇഫ് he needs help, അപ്പോൾ ആ ഹെൽപ്സിന് പറ്റിയ ഒരാളാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരിയോടും പറയുന്നത്. നോൺ ലീവ് മീ അലോൺ എന്നുള്ള രീതിയിലൊക്കെ ആദ്യത്തെ കുറെ പോർഷൻ പറയുന്നുണ്ട്. ഈവൻ ആസ് എ ഫ്രണ്ട് പലപ്പോഴും പറയുന്നുണ്ട് ആ തുടക്കത്തിലൊക്കെ. ഞാനതൊക്കെ മറന്നു. അപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയാ ലോൺലിനെസ്സിൽ തോന്നിയ ഒരു സ്നേഹമാണ്, അല്ലാതെ അതിനെ ട്രൂ ലവ് എന്ന് എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല. സോ സൈക്കോളജിക്കൽ ആസ്പെക്ടില് പുള്ളിക്കാരിക്കാണെങ്കിലും പുള്ളിക്കാരൻ്റെ ലോഡ്ജർ വരില്ല, പുള്ളിക്കാരിയെ അബാൻഡൻ ചെയ്തു എന്നുള്ള ആ ഒരു വിഷമത്തിൽ നിന്ന് തോന്നിയ ഒരു സ്നേഹമാണ് പ്രൊട്ടഗണിസ്റ്റിനോട് റീബൗണ്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് നെവർ എ ട്രൂ ലവ്. പക്ഷേ കൺസിഡറിങ് ദ ലൈഫ് ഓഫ് ദ പ്രൊട്ടഗണിസ്റ്റ് ഹാർട്ട് ബ്രേക്കിംഗ്, ബിക്കോസ് പീപ്പിൾ ലൈക്ക് ഹിം ലീവ്സ്. ട്രസ്റ്റ് മീ, there is a lot of people there who needs help, എസ്പെഷ്യലി ഈ ലോൺലിനെസ് ബീറ്റ് ചെയ്യാൻ വേണ്ടി. അവൻ ഒത്തിരി ആൾക്കാരുണ്ടാവും. അത് വായിക്കുന്നവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്ത ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹൃദയം പൊട്ടും എന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ ചിരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ആരും മനസ്സിലായിട്ടുണ്ടാവും. സോ ഇറ്റ്സ് എ മസ്റ്റ് റീഡ്. കാരണം ലൈക്ക് ഐ സെഡ് ഇറ്റ് ഈസ് ഹൈലി റിലേറ്റബിൾ ആൻഡ് യെറ്റ് അൺപ്രഡിക്റ്റബിൾ. വായിക്കുക തന്നെ ചെയ്യണം. വായിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറി ഇമോഷൻസ്. നമുക്ക് തോന്നിയ ഇൻഫാക്ച്വേഷൻസും നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമ്മൾ കമ്മിറ്റ് ചെയ്ത മണ്ടത്തരങ്ങളും എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രേമങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് അതൊന്നും അപ്പോൾ റിമൈൻഡ് ആയിട്ടില്ല കേട്ടോ. ഇത് വായിച്ച് കഴിയുന്നവരെ എനിക്ക് ആ കഥ തന്നെയായിരുന്നു, ആ കഥയിലെ ക്യാരക്ടേഴ്സ് ആയിരുന്നു റിലേറ്റബിൾ ആണെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ കഥയിൽ ഇങ്ങനെ ആയിരുന്നില്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കഥയല്ല. യു വിൽ ബി ഓൾറെഡി ഇൻ ദാറ്റ് സ്റ്റോറി. ആ സ്റ്റോറിക്കകത്ത് നിന്ന് അത് വായിച്ച് മനസ്സിലാക്കി ആ ഒരു പെയിന് നമുക്ക് മനസ്സിലായതിനു ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നത്, നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു സ്റ്റോറിയുടെ ഒരു പവർഫുൾ നേച്ചർ തന്നെയാണ്. സോ ഇറ്റ്സ് എ മസ്റ്റ് റീഡ് ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് അതർ റീസൺസ് നിങ്ങൾക്കുണ്ടാവും വൈറ്റ് റീച്ച് വായിച്ചത്. ഞങ്ങളുടെ കൂടെ വായിച്ച എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇൻഫാക്ട് അങ്ങനെ വായിച്ചവർക്ക് എനിക്കൊന്ന് കമന്റ് ചെയ്യാം അല്ലേ, അവരുടെ അഭിപ്രായങ്ങളും. യെസ്, കമന്റ് സെഗ്മെന്റ്. ബോബോക്ക് വായിച്ചിട്ട് അധികം തോന്നിയില്ല. ബോബോക്ക് വായിച്ചിട്ട് ഞാൻ വൈറ്റ് നൈറ്റ്സിൽ ട്രാപ്ഡ് ആയിപ്പോ. സോ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്നെ പോലെ ആ കഥ വായിച്ചു കഴിഞ്ഞ് എനിക്ക് അടുത്തൊരു കഥയിലോട്ട് പോയ ടൈം എടുക്കും. ബുക്ക് നമ്മൾ വായിക്കണം എന്നുള്ളതുകൊണ്ട് വായിച്ചു തീർത്തേ പറയാനുള്ളൂ. ദീപ്തി പറഞ്ഞ ആ ഒരു വേർഷൻ തന്നെയാണ്. പക്ഷെ എന്തായാലും വൈറ്റ് നൈറ്റ്സ് വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചതാണ്, ഇദ്ദേഹത്തിന്റെ വേറെ വർക്കുകൾ എന്തായാലും ഐ വിൽ എക്സ്പ്ലോർ. വാട്ട് അബൌട്ട് യു? ഞാൻ പണ്ട് ചെറുപ്പത്തിലല്ല കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ എനിക്കത് ഫ്രണ്ടിലോട്ട് പോകാൻ അന്ന് പറ്റിയില്ല. അപ്പൊ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ഇനി വരുന്ന റീഡുകളിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. സോ ഐ നെവർ ഫോർഗെറ്റ് ദിസ് ബുക്ക്. ഈ ബുക്കിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ജീവിതമാണെങ്കിലും ആ പ്രൊട്ടഗണിസ്റ്റിനെ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് കണ്ടൊന്ന് തോളത്ത് തട്ടി സാരമില്ല എന്ന് പറയണമെന്ന് എനിക്ക് ഉണ്ട്. പക്ഷേ യെസ്, അത്രയും ലൈഫ് ഉണ്ട് ആ ക്യാരക്ടറിനും. ആൻഡ് ദെയർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അടുത്ത സെഗ്മെന്റ്. യെസ്, അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് കോട്ട്സ്. അതിലെ കുറച്ച് ടച്ചിങ് ആയിട്ടുള്ള കോട്ട്സ് ആണ്. ഓക്കെ, എനിക്ക് അതിലെ മൊത്തം ഫുൾ ചാപ്റ്റർ തന്നെ കോട്ടായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ചില ഇമാജിനേറ്റീവ് ആയിട്ട് പുള്ളിക്കാരൻ എഴുതിയ ഒരു പാരഗ്രാഫ് തന്നെ വേണമെങ്കിൽ കോട്ടായിട്ട് എടുക്കാം, അത്രയും നല്ലതാണ്.
പക്ഷെ I couldn't find a single one കാരണം I was completely into that story. പക്ഷെ Deepthi has a habit of getting Writing down quotes. quotes. അപ്പൊ So, ഞാൻ തന്നെ പറയാം. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ. I can now say that I have lived at least 2 evenings in my life. എന്താണ് അത് എനിക്കങ്ങനെ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പണ്ട് എപ്പോഴും തോന്നുന്നൊരു കാര്യമായിരുന്നു, ശരിക്കും നമുക്ക് ജീവിച്ചു എന്ന് പറയാനായിട്ട് ഒരു ദിവസമെങ്കിലും ലൈഫിൽ വേണം എന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കാതെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ദിവസം അത് വേണം എന്ന് എനിക്ക് പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് കിട്ടി. ഞാൻ അത് ചോദിക്കാനായിട്ട് വരുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു കോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കത് ഓർമ്മ വന്നു. ഇനി അടുത്ത കോട്ട്, യു സീ ഈവൻ ഡ്രീംസ് നീഡ് ടു ബി റീപ്ലനിഷ്ഡ്. അത് പറയുമ്പോൾ നമുക്ക് ഒരു ഡ്രീമർ ആണെങ്കിൽ പോലും നമുക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. നമുക്ക് ചുമ്മാ ഒരു മുറിക്കകത്തിരുന്ന് നമുക്ക് എപ്പോഴും ഡ്രീം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം. എനിക്ക് തോന്നുന്നു നമുക്ക് ഡ്രീംസ് റീപ്ലനിഷ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തു പോകണം, നമ്മൾ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരാള് ഇത് സ്വയം ഉണ്ടാക്കിയെടുത്തു എന്നുള്ള എന്റെ ആ പോയിന്റ് പിന്നെ ഒന്നോടെ റീഇൻഫോഴ്സ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഈ കോട്ട് തോന്നിയത്. ഇനി തേർഡ് ആൻഡ് ദ ലാസ്റ്റ് കോട്ട്, ഇറ്റ് വിൽ ബി സാഡ് യു നോ to be left alone, quite alone, and not even have something to regret. നമുക്ക് റിഗ്രറ്റ് ചെയ്യാൻ പോലും ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഒരു ലൈഫിന്റെ അവസാനം എത്തുമ്പോൾ അതെനിക്ക് പേടിയുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് തെറ്റി നമ്മളത് റിഗ്രറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമ്മളത് എക്സ്പീരിയൻസ് നമ്മളത് ട്രൈ ചെയ്യാണ്ടിരിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പം അഡ്വെഞ്ചേഴ്സ് ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ എഴുതുന്ന നോവൽ ഗെറ്റ് ബാക്കിന്റെ ഡെഡിക്കേഷൻ പേജ് എന്താ, ഫോർ ദോസ് ഹു ഹാവ് റിഗ്രറ്റ്സ് ഇൻ ദർ ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് എവരിവൺ. റിഗ്രറ്റ്സ് വേണം ശരി. ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ്സ് വേണം. റിഗ്രറ്റ് ചെയ്യാൻ പോലും നമ്മളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ലൈഫ് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പേടിച്ച് നമ്മൾ മാറിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫേ എംപ്റ്റി ആയിപ്പോ. അപ്പൊ അതാണ് എന്റെ മൂന്നാമത്തെ കോട്ട്. ഇത്രയും കോട്ട്സുകൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് കോട്ട്സ് ഉണ്ട്, പക്ഷെ എല്ലാം നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് where to get this book and the pricing. Okay, so I think we have said this multiple times. നമ്മുടെ പ്രീവിയസ് വീഡിയോയിലും ആ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടായിരുന്നു. ആമസോണിലുണ്ട്, 150 ആണ് MRP, 100 കിട്ടുന്നുണ്ട്. ബെസ്റ്റ് സെല്ലറാണ്, ചെറിയ ബുക്കാണ്, ഹാൻഡി ആണ്, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വായിക്കാം. ഞാനിത് ഫുൾ വായിച്ചു തീർത്തത് ട്രാവൽ ചെയ്യാൻ നേരത്താണ്. സോ ഇറ്റ്സ് എ മസ്റ്റ് റീഡ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വായിക്കണം. സോ ആമസോണിൽ 100 rupees, 150 ആണ് MRP. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യെസ്, ബൈ. ഓക്കെ, അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ, അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വർക്കുകൾക്ക് വേറെ ഏതെങ്കിലും അഡാപ്റ്റേഷൻസ് ഉണ്ടോ, സിനിമയായിട്ടോ സീസണായിട്ടൊക്കെ ഉണ്ട്. കാരണം എസ്പെഷ്യലി ഞങ്ങളുടെ കോർ ഏരിയ അതായതുകൊണ്ടും കഴിഞ്ഞ പ്രീവിയസ് വീഡിയോ ഞങ്ങൾ പറയുകയും ചെയ്തു എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നോക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന എല്ലാ വർക്കിന്റെ അഡാപ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ പറയും. ആൻഡ് ഇതിന്റെ അഡാപ്റ്റേഷൻസ് മൂവി ആൻഡ് നോവൽ യെസ്, ഐദർ വേ. അപ്പോൾ ഇതിന്റെ മൂവീസ് എത്ര ഉണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എല്ലാം ഞങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് ഫൈൻഡിങ്സിലുള്ള കുറച്ച് മൂവീസ് ഉണ്ട്. അത് തന്നെ കുറച്ചധികം ഉണ്ട്. സോ വൈറ്റ്നസ് എന്ന് പറഞ്ഞ ബുക്ക് ഇറങ്ങിയത് 1848 മൂവി ഇറങ്ങുന്നത് 1959. വൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എവിടെ റഷ്യൻ മൂവിയാണ് ഇറങ്ങുന്നത്. that may be the first movie, we don't know. അതായിരിക്കാം. അപ്പൊ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് 4 Nights of a Dreamer എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് മൂവി ഉണ്ട്, 1971. അത് ഒരുവിധം പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം. ഫ്രഞ്ച് മൂവി അതിന്റെ ടൈറ്റിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, 4 Nights of a Dreamer. വൈറ്റ് നൈറ്റ്സിനെക്കാട്ടും 4 Nights of a Dreamer. ഇത് കേക്കണ്ട. എനിക്ക് പക്ഷേ ആ വെളുത്ത രാത്രി എന്ന് പറയുന്നത് ഇരുണ്ട രാത്രിയും വെളുത്ത രാത്രിയും ആ ഒരു ഇതിലല്ലേ. യാ, ഓക്കെ. അത് കഴിഞ്ഞ് അതെ, ഇന്ത്യൻ സിനിമ ഉണ്ടോ, അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇന്ത്യൻ സിനിമ ഉണ്ട്. ഇന്ത്യൻ സിനിമ ഏതൊക്കെ ലാംഗ്വേജിലുണ്ടെന്നുള്ളതാണ് ഭയങ്കര രസമാണ്. ലൂസ്ലി അഡാപ്റ്റഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. ഇയർക്കൈ എന്ന് പറഞ്ഞുകൊണ്ട് 2003 ഇറങ്ങിയ തമിഴ് മൂവിയാണ് അത്. പക്ഷെ എക്സാക്ട്ലി ഈ കഥയല്ല, ഈ കഥയുടെ തീം അതും ആ മൂവിയും ഈ കഥയുടെ തീമും സെയിം തന്നെയാണ്. പിന്നെ അഹിസ്ത എന്ന് പറഞ്ഞ 2006 ഇറങ്ങിയ ഹിന്ദി മൂവി. പിന്നെ സാവരിയ എന്ന് പറഞ്ഞിട്ട് 2007 ഇറങ്ങിയ ഹിന്ദി മൂവി.
ഇനി നമ്മുടെ മലയാളത്തിൽ തന്നെ 2015 ഇറങ്ങിയ വെളുത്ത രാത്രികൾ, വൈറ്റ് നൈറ്റ്സ്, വെളുത്ത രാത്രികൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിലൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിന്റെയും ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. സോ ഇത്രയും സെഗ്മെന്റുകളാണ് ദ കപ്പിൾ ഹൂ റീഡ്സിന്റെ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം നമ്മൾ പറയുന്ന ബുക്ക് ഡിസ്കഷൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദ കപ്പിൾ ഹൂ റീഡ്സിന്റെ ഫസ്റ്റ് ബുക്ക് ഡിസ്കഷൻ ഇസ് ഓവർ ആൻഡ് ഇറ്റ് ഈസ് വൈറ്റ് നൈറ്റ്സ്. വായിച്ചു നോക്കുക, നല്ല ബുക്കാണ്. വായിച്ചു നോക്കിയിരിക്കണം, വളരെ നല്ല ബുക്കാണ്. വായിച്ചു നോക്കിയിട്ട് കമന്റ് ചെയ്യുന്നവർക്ക് ഒന്നും തരൂല. ഇത് വായിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഞങ്ങൾ വഴിയാണ് നിങ്ങൾ വൈറ്റ് നൈറ്റ്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഞങ്ങൾക്കൊരു പ്രൈസാണ്. അതെ, അതിനും ഞങ്ങൾക്കൊരു പ്രൈസാണ്. ശരി, നിങ്ങൾക്ക് ഇതൊരു പ്രൈസാണ് ഞങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് അല്ലേ, റെക്കമെൻഡ് ചെയ്തുകൊണ്ട്. സോ താങ്ക് യു. സോ അണ്ടിൽ നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ, കുറച്ച് യൂട്യൂബ് ഷോർട്സ് വരുന്നുണ്ട്, മറക്കണ്ട. ചെയ്യാ.